ഗ്രാമീൺ ബാങ്കിൽ നിന്നും വയനാട്ടിലെ ദുരന്തബാധിതർ എടുത്ത ലോണിന്റെ മാസ അടവ് പിടിച്ച നടപടിയിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ 3 പേരുടെ EMI പണം തിരികെ നൽകിയിരിക്കുന്നു ബാങ്ക്. അതല്ല, കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുകയും സമരവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. രാഹുൽ KV ഉണ്ട്. രാഹുൽ, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ എത്ര ആളുകൾക്ക് ജീവിതത്തിൽ പൈസ പോയിട്ടുണ്ടെന്ന് സംബന്ധിച്ചൊരു ബാങ്കിന്റെ ഒരു കൃത്യമായ മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല എന്നതാണ്. പ്രതിഷേധക്കാർ പറയുന്നത് പണം ഇപ്പോൾ തിരിച്ചു നൽകിയ 3 പേർ മാത്രമല്ല, അതിലധികം ആളുകൾക്ക് പേരുകൾ സഹിതമാണ് പറയുന്നത്. വിപിൻ ദാസ്, ചൂരൽമല സ്വദേശി തന്നെയായ വിപിൻ ദാസ്, ജമാൽ, ഇങ്ങനെ പേരുകൾ സഹിതമാണ് പ്രതിഷേധക്കാർ പറയുന്നത്. കാരണം ഇങ്ങനെ ഇവിടെ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവർ ഫോണിൽ ബന്ധപ്പെട്ട് അറിയിച്ചതാണെന്നാണ് അവർ പ്രതിഷേധക്കാർ ബാങ്ക് അധികൃതരോട് പറഞ്ഞത്. അധികൃതർ ഇത് പരിശോധിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ കൃത്യമായി എത്ര ആളുകൾക്ക് ജീവിതത്തിൽ പണം നഷ്ടപ്പെട്ടു എന്നെ സംബന്ധിച്ചൊരു മറുപടി ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് കബളിപ്പിക്കുന്ന ഒരു നിലപാടാണ് ബാങ്ക് സ്വീകരിക്കുന്നതെന്ന് പ്രതിഷേധക്കാർ പറയുന്നതും സർക്കാർ ആശ്വാസകരമായി നൽകിയതാണ്. അതായത് എല്ലാം നഷ്ടപ്പെട്ടു പോയ ജനങ്ങളാണ്, മിക്കവരും ഉടയവരും എല്ലാവരും നഷ്ടപ്പെട്ട ഉപജീവന മാർഗം ഇല്ലാതായി പോയ ജനങ്ങളാണ്. അവർക്ക് ആശ്വാസമായി നൽകിയ തുകയിൽ നിന്നാണ് യാന്ത്രികമായ നടപടിയിലൂടെ ബാങ്ക് പണം പിടിച്ചെടുത്തത്. അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്, വിമർശനം തന്നെയാണ് ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിനം വയനാടിൽ പ്രതിഷേധത്തിൻ്റെതായി മാറി എന്ന കാര്യത്തിൽ പ്രതിഷേധം ആവർത്തിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദുരന്തഭൂമിയിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നുവെങ്കിൽ ദുരന്ത ബാധിതർ പോലും പണം നഷ്ടപ്പെട്ട ആളുകൾ രാഹുൽ KV ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം അവിടെ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു.